അവനവൻ ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ അവനവൻ അനുഭവിക്കുന്നത് എന്താണോ അതിൽ തുടരുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അനുഭവത്തിൽ തുടരുന്നു. അപ്പോൾ അവനവനെ അനുഭവിക്കുന്നിടത്ത് എങ്ങനെയാണ് കോട്ടം വരുന്നത്? കോട്ടം വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അവനവനെ അനുഭവിക്കുന്ന 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്, അങ്ങനെ 5 പേര് കൂടിയാലും അവിടെ ഓരോരുത്തരും അവനവനെ അനുഭവിക്കുകയാണ്. അതിൽ യാതൊരു തർക്കമില്ല, അടിയില്ല, വഴക്കില്ല, തെറ്റുമില്ല, ശിക്ഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം അവനവനെ അനുഭവിക്കാത്തവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്നും അഭിപ്രായ ഭിന്നത, അടി, വഴക്ക്, തർക്കങ്ങൾ, പിന്നെ ആരോ ചത്തുപോയ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എടുത്ത് അവിടെ വിശ്വാസ പ്രമാണമായിട്ട് നടപ്പിലാക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ പൂർവീകർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പൂർവീകർ ചെയ്തുകൊണ്ടിരുന്ന ഈ പൊട്ടത്തരമാണ്. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അമ്മയും അപ്പനും വിഡ്ഢിയല്ല, അവർ ചെയ്തുകൊണ്ടിരുന്നത് വിഡ്ഢിത്തരമാണ്. ഒരു സംശയവും വേണ്ട. കാരണം വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസം മക്കളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മക്കൾക്ക് ദുഃഖവും ദുരന്തവുമായി. അത് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് മയക്കുമരുന്നും അക്രമവും എല്ലാം സമൂഹത്തിൽ നിറഞ്ഞു വരുന്നു. അതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല, മാതാപിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യം മാതാപിതാക്കൾ തന്നെയാണ് തകർത്തത്. കാരണം അവരുടെ വിശ്വാസം, ഗുരുക്കന്മാർ അവരെ പ്രീതിപ്പെടുത്തണം, ഗുരു പറയണത് കേൾക്കണം. എന്തിനാ കേൾക്കുന്നത്? ഗുരു പറയണത് എന്തിനാ ഞാൻ കേൾക്കുന്നത്? ഞാൻ സമാധാനപരമായിട്ട് ജീവിക്കാനാണോ? ഞാൻ എൻ്റെ വീട്ടിൽ തല്ലുപിടിക്കാനാണോ? വീട്ടിൽ മക്കളും കുടുംബവുമായിട്ട് ഒത്തൊരുമിച്ചിരിക്കുന്ന ഭാഗം ഗുരുവിന് തരാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഗുരുവിനെ കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം മക്കളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ അനുവദിക്കാത്ത ഗുരുക്കന്മാർ അവരെന്തിനാണ് അങ്ങനെ ഒരു ഗുരുവിന്? അങ്ങനെ ഒരു ഗുരുവിൻ്റെ ആവശ്യമേ ഇല്ല. രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാനാണ്. കുറേ രോഗങ്ങളുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? സമാധാനമുള്ളവർ എന്നും സമാധാനത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കും. സമാധാനമുള്ളവർക്ക് ഒരുമിച്ചിരിക്കാം. ഷാഫി എന്താണ് ചെയ്യുന്നത്? അതിനെ ഞാൻ ചോദ്യം ചെയ്യേണ്ട ഭാഗമില്ല. ഞാൻ എന്തിനാണ് ഷാഫി ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത്? ഷാഫി ജീവിക്കുന്ന അവസ്ഥയിൽ ഷാഫി ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്ന അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നു. ഞാനും ഷാഫിയും അവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. കാരണം ഷാഫിയെ അറിയുന്നു, ഞാൻ എന്നെ അറിയുന്നു. എന്നിൽ ഉള്ള ജീവൻ്റെ സ്പന്ദനത്തെ അറിയുന്നിടത്ത് എങ്ങനെയാണ് പരസ്പരം ഒരു വിയോജിപ്പ് ഉണ്ടാകുക? എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? എതിർക്കാൻ സാധിക്കുക? എങ്ങനെ എതിർക്കാൻ സാധിക്കും? അതല്ലേ കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പം മാതാപിതാക്കളിൽ പൊട്ട വിശ്വാസമുണ്ടായിട്ട് ആ വിശ്വാസം മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ നിർബന്ധിതരായി. എന്തുകൊണ്ട്? അവർ സമൂഹത്തെ ഭയന്നു. ആ സമൂഹത്തെ ഭയന്നിട്ട് അവർ ആ ഭയം ഇവരുടെ മക്കൾക്ക് ദോഷമുണ്ടാക്കരുതും എന്ന് കരുതി ഈ ഭയത്തിൻ്റെ അനന്തര ഫലമായിട്ടുള്ള വിശ്വാസം മക്കളിലും അടിച്ചേൽപ്പിച്ചു. അതായത് സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം. ഇവരൊറ്റപ്പെട്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഇവരുടെ ചില ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ സാധിക്കാൻ, ശാരീരികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ സാധിക്കാൻ സമൂഹത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. സമൂഹത്തെയാണ് ആശ്രയിക്കുന്നുള്ള തോന്നൽ നിന്ന് മനസ്സിലായ കംപ്ലീറ്റ് ലൈഫ് അവിടെ കൊണ്ടുപോയി കളയുകയാണ്. മനസ്സിലായ? സമൂഹമുണ്ടെങ്കിലേ, മറ്റുള്ള കുറെ പൊട്ടന്മാരുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അവനവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന് ഒരു നിമിഷം പോലും സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വെറുതെ അത് നോക്കിക്കഴിഞ്ഞാല് ഈ സമൂഹം ഈ പറഞ്ഞ ആരെങ്കിലും അവനവനായിട്ട് നിൽക്കുന്നിടത്ത് ഉപകരിച്ചില്ലെങ്കിലും അതിനേക്കാൾ അപ്പുറം ഓരോരുത്തരുടെ ജീവനല്ലേ ഉപകരിച്ചിട്ടുള്ളൂ. അതായത് കള്ളത്തരവും നുണയും വഞ്ചനയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയെ ഭയപ്പെടണം. അതിനെ ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം കള്ളത്തരം, നുണ, വഞ്ചന, ചതി ഇതൊക്കെ ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഭയപ്പെടണം. അതിനകത്തുനിന്ന് മാറി നിൽക്കണം. മനസ്സിലായി? അതിനകത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അത് ഇവരും അത് ചെയ്യുന്നുണ്ടാകും. കാരണം ഇവരും ചെയ്യുന്നതുകൊണ്ടാണ്. ഇവരിലും അവനവനിൽ കള്ളത്തരമുള്ളവൻ അവനവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല.
ഓക്കെ, ഇനി അങ്ങനെ ഒരു കള്ളത്തരം എൻ്റെ അടുത്ത് വന്നു പോയാല് ഈ നിമിഷം തൊട്ടിട്ട് ഈ ഭാഗം തിരുത്തല്ല, ജീവിക്കാനുള്ള അവസരം അവിടെ പിന്നെ ഉണ്ടല്ലോ. കാരണം അവനവനെ, അതായത് പടച്ചവനെ അനുഭവിക്കുന്നവന് കള്ളത്തരം ഉണ്ടാകത്തില്ല. പടച്ചവനെ, എന്താണ് പടച്ചവൻ? എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നിലല്ലേ? അതെ. എന്നെ പടച്ചവൻ എന്നെ പടച്ചിട്ട് വിട്ടിട്ട് പോയാ? ഇല്ല, പടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയിലായിരിക്കുന്നത്. അപ്പൊ ഈശ്വരനാണ് എന്റെ ഗുരു. അപ്പൊ ഈ മുന്നേ പടച്ച അവസ്ഥ അല്ലെങ്കിൽ ആ പടച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് ഈ തെറ്റ് സംഭവിച്ചത്. അത് പടച്ചവനോട് ബന്ധമില്ല, ചത്തവരാ. ഓക്കെ, അപ്പൊ ഇനി അവർക്ക് ആ തിരിച്ചു വരണം, അല്ലെങ്കിൽ ആ ഒരുപാട് റിഗ്രറ്റ് ബോഡിയിൽ കിടക്കുകയാണല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഈ പടച്ചവന്റെ അവസ്ഥയുമായിട്ട് ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാ സാധിക്കണില്ല. അഹങ്കാരം മാറുന്നില്ല. അഹങ്കാരം വിട്ടാലല്ലേ ദേഷ്യം പോകത്തുള്ളൂ. ദേഷ്യം, വാശി, വൈരാഗ്യം, വിദ്വേഷം, സങ്കടം വരെ, ഇതെല്ലാം അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ. അതായത് സങ്കടം വരെ എങ്ങനെയാണ് ഒരുത്തന്റെ അഹങ്കാരമായിട്ട് മാറുന്നത്? കാരണം ഞാൻ എടുത്ത തീരുമാനം, എന്റെ തീരുമാനം ഞാൻ മാറ്റത്തില്ല. പക്ഷെ ഞാൻ സങ്കടപ്പെട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. അതെ, സങ്കടപ്പെടുന്ന എന്താ? പടച്ചവനോട് ബന്ധമില്ലാത്തോണ്ട്. കാരണം പടച്ചവൻ സങ്കടത്തിലല്ല നമ്മളെ സൃഷ്ടിച്ചത്. അതെ. അപ്പോൾ സൃഷ്ടിയുടെ ഭാഗത്ത് സങ്കടമില്ല. സങ്കടം എന്ന് പറയുന്നത് എന്റെ സ്വരൂപമല്ല. അതെ, മനസ്സിലായി? ഞാൻ മറ്റൊന്നിനെ ആഗ്രഹിക്കുന്നതുകൊണ്ട്, പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ളതല്ലാത്ത ഒന്നിനെ ആഗ്രഹിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. അപ്പം മാത്രമേ എനിക്ക് സങ്കടം വരത്തുള്ളൂ. പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ളത് ആഗ്രഹിക്കുന്നിടത്ത് സങ്കടം വരത്തില്ല. കാരണം അത് പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിലാണ് ആ ആഗ്രഹം നടക്കുന്നത്. തീർച്ചയായിട്ടും പടച്ചവനായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്നും ആശ്വാസമാണ്, സ്നേഹമാണ്, സന്തോഷമാണ്. കാരണം പടച്ചവനാണ് എനിക്ക് ഈ രോമങ്ങളെല്ലാം തന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ തന്നൊന്നുമല്ല. ഞാൻ അഭിഹിത ബന്ധത്തിലല്ല ഈ രോമം കിളുത്തു വരുന്നത്. മനസ്സിലായി? അത് പടച്ചവനോടുള്ള ബന്ധത്തിലാണ് ഈ രോമം കിളുത്തു വരുന്നത്. അതിനകത്ത് യാതൊരു കോട്ടവും ഒരിക്കലും സംഭവിക്കത്തില്ല. അതിലാണ് ഞാൻ തുടർന്ന് ജീവിക്കുന്നത്. എന്തിനാണ് ഈ രോമങ്ങൾ കിളുത്തു വരുന്നത്? എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ചില വേണ്ടാത്ത ഊർജത്തെ നിർവീര്യം ചെയ്ത് കളയാൻ രോമം കിളുത്തു വരുന്നത്. അതെ, എന്തായാലും അവിടെ ഒരു ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അത് ഇന്ന സ്ഥലങ്ങളിൽ മാത്രം വ്യക്തമായിട്ട്. ഞാൻ ചെറുപ്പം മുതൽ താടിയൊക്കെ വടിച്ച് മുടിയൊക്കെ വെട്ടി നടന്നിരുന്ന ആളാണ്. പക്ഷെ എൻ്റെ മുഖത്ത് വല്ലാത്ത അസ്വസ്ഥത എന്നും ഉണ്ടാവുമായിരുന്നു. കാരണം ഞാൻ എന്ന് എൻ്റെ താടി വളർത്താൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന അസ്വസ്ഥത മാറിപ്പോയി. ഈ രോഗം പോലെ തന്നെയാണ്. കാരണം എല്ലാ വ്യാഴാഴ്ചയാണ് ഇത് വടിക്കേണ്ടത്. ഈ ബ്ലേഡ് വെച്ച് ഇത് ചുരണ്ടേ പറ്റുള്ളൂ. അത് കംപ്ലീറ്റ് ഇവിടെ കുരുവും കാര്യങ്ങളും പൊന്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി അതൊന്നും ഇല്ലല്ല. അതെ, എത്ര പേർക്കാണെന്നറിയാവാ ഈ പറഞ്ഞ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ട്. അവനവൻ്റെ സുഖമല്ലേ അവനൊരു ജീവിതം. അവനൊരു സുഖമില്ലാണ്ട് സുഖമുള്ള അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ആ രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തകർന്നു പോവുക. മനസ്സിലായോ? രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും, അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഷാഫി ഞാനോട്ട് അടുത്തപ്പോൾ ഷാഫിയുടെ കാലിൽ എക്സിമ ഉണ്ടായിരുന്നു. ഷാഫി മദ്യപാനം, മയക്കുമരുന്നിനും കീഴ്പ്പെട്ടിരുന്ന ആളാണ്. അതിനകത്തുനിന്ന് ഷാഫി പരിപൂർണമായിട്ട് മോചനം നേടി. മനസ്സിലായി? എനിക്കും ഷാഫിയായിട്ട് അടുത്തപ്പോൾ എന്നിലുണ്ടായിരുന്ന ഒരുപാട് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സത്യസന്ധമായിട്ട് അടുത്തപ്പോൾ രോഗത്തിൽ നിന്ന് മാറുകയാണ് ഞങ്ങൾ രണ്ടും ചെയ്തത്. പറയണത് എന്താ വെച്ചാല് മദ്യവും മയക്കുമരുന്ന് ആവശ്യമില്ലാതെ ഉപയോഗിച്ചതല്ലേന്ന്. ആവശ്യമില്ലാണ്ട് ഉപയോഗിച്ചാണ്. കാരണം ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കാൻ വേണ്ടി വന്നത് എന്താണ്? കാരണം ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നിന്ന് വരുന്ന വേദനയെ ഒരു കാരണവശാലും നിർവീര്യം ചെയ്യാൻ പറ്റുന്നില്ല. എക്സാക്ട്ലി, മനസ്സിലായി? പക്ഷെ ഈ വേദന ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച് മറ്റുള്ള ഇപ്പൊ ഒരാള് മദ്യപിച്ചു കഴിഞ്ഞാൽ അവനെ മദ്യപാനി എന്ന് മുദ്ര കുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവൻ മദ്യപാനി ആയതെന്ന് അന്വേഷിക്കേണ്ട കാര്യം ആർക്കില്ല. കാരണം അതിന്റെ റൂട്ട് അന്വേഷിച്ചാല് എന്തിനാണ് ഒരാളെ മദ്യപാനിയായിട്ട് മാറ്റി നിർത്തുന്നത്? എന്തിനാണ് അവനെ നമ്മൾ ചേർത്ത് നിർത്തുക? അവനെ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്? നമ്മളെടുത്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മദ്യപാനിയെ മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്? അവനെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അവനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലോട്ട് ചേർക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും അവനിലുണ്ടാക്കുന്ന ദോഷത്തെ അവൻ മനസ്സിലാക്കും. സ്നേഹമുള്ള ഒരു മനുഷ്യൻ അവന്റെ കൂട്ടത്തിൽ വന്നപ്പോൾ അവൻ മയക്കുമരുന്നും മദ്യവും മാറ്റി നിർത്തി. എന്നിട്ട് സ്നേഹത്തോട് ഞാൻ ഷാഫിയെ അടുപ്പിച്ചു. അപ്പോൾ ഷാഫി മയക്കുമരുന്നിനെ അകറ്റി. മനസ്സിലായ? ഷാഫി ആളെ മാറ്റുകയല്ല ചെയ്യേണ്ടത്, ആളെ നമ്മൾ അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആളെ അടുപ്പിക്കുമ്പോൾ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന എല്ലാ അസ്വാഭാഗ്യതയും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിൻ്റെയും ആ നിർമ്മലമായിട്ടുള്ള പടച്ചവനോടുള്ള ബന്ധത്തിൽ ചേർത്ത് നിർത്താൻ സാധിക്കുമ്പോൾ എല്ലാ രോഗാവസ്ഥയും നമ്മളിൽ നിന്ന് കൈവിട്ടു പോവുകയും.
അപ്പോൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തുന്നത് അവനവനിൽ ക്വാളിറ്റി ഇല്ല എന്ന് അത്രയും ഉറപ്പുള്ളവർക്കാണ് അത് സംഭവിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് മറ്റൊരാൾ ഇയാൾ തെറ്റ് ചെയ്തതാണ് ഇയാളെ നമ്മൾ മാറ്റി നിർത്തുക. അയാൾ തെറ്റ് ചെയ്തതാണെങ്കിൽ അയാളെ നമ്മളോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അയാൾ ആ തെറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഭാഗത്തോട്ടാ പോകത്തുള്ളൂ. അയാൾ പിന്നെ തെറ്റ് ചെയ്യത്തില്ല. കാരണം തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അയാൾ നശിക്കുന്ന ഭാഗം, സ്നേഹം തരുന്ന ആളുടെ ആ ഒരു ആനന്ദം കാണുമ്പോൾ അതിലോട്ട് അയാളിലോട്ട് അടുക്കാനാണ് സാധിക്കുന്നത്. അല്ലാതെ ആരാണ് സ്വയം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടുകാണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. കഷ്ടപ്പെടുന്നവൻ നശിക്കത്തേ ഉള്ളൂ. അതെ, ഞാനും ഷാഫിയായിട്ടുള്ള കൂട്ടായ്മ നിലനിർത്താൻ ഞങ്ങൾ ഒരു നിബന്ധനയും വെക്കുന്നില്ല. ഒരു നിബന്ധനയില്ല. ഞാൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ ഷാഫിയായിട്ട് എനിക്ക് അടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? ഞാൻ കള്ളത്തരം ചെയ്താൽ ഷാഫിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള നിൽക്കുള്ളൂ. അതെ, ഞാൻ തിരുത്താതെ എനിക്ക് ഷാഫിയായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഷാഫിയുടെ ഹൃദയം നിർമ്മലമാണ്, നന്മയുള്ള ഹൃദയമാണ്. ആ നന്മയുള്ള ഹൃദയമാണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് കപടതയുള്ളൊരു ഹൃദയവുമായിട്ട് എനിക്ക് ബന്ധമില്ല. കപടത എന്തെങ്കിലും ഷാഫി കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷയമല്ല. കാരണം ഞാൻ നന്മയുള്ള, ഷാഫി എന്ത് ചെയ്താലും എനിക്ക് ആ നന്മയുള്ള ഹൃദയം, പടച്ച ഹൃദയം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷാഫിയുടെ പ്രവൃത്തി തിരുത്തുന്നത് ഷാഫിയുടെ ആവശ്യമാണ്. എൻ്റെ ആവശ്യം ആ പടച്ച ആ നന്മയുള്ള ഹൃദയവുമായിട്ടുള്ള ബന്ധമാണ്. അത് ഇത്രയും കാലമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ആരോഗ്യമാണ്. എനിക്ക് ഷാഫിയായിട്ട് അഭിപ്രായ ഭിന്നത ഒരിക്കലും ഉണ്ടാകുന്നില്ല. കാരണം എന്നെയും ഷാഫിനെയും സൃഷ്ടിച്ച പടച്ചവൻ ഒന്ന് തന്നെയാണ്, അല്ലാണ്ട് രണ്ടല്ല. അങ്ങനെ പടച്ചവൻ സൃഷ്ടിച്ചതാണ് ഈ രോമങ്ങളും എല്ലാ കാര്യങ്ങളും, വിശപ്പും ദാഹവും. ഷാഫിക്ക് വിശക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, എനിക്ക് വിശക്കുമ്പോൾ ഷാഫി ഉണ്ടാക്കി തരും, ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കും. അതെ, അതല്ലാണ്ട് എനിക്ക് വിശപ്പില്ല അതുകൊണ്ട് ഷാഫി തന്നെ ഉണ്ടാക്കിക്കോ, അങ്ങനെയല്ല. ഒന്നായിട്ട് ജീവിക്കണം, മനസ്സിലായ? അല്ലാണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ളത് മാത്രമേ നിലനിൽക്കാൻ പോളൂ. അല്ലാതെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോണില്ല. അതെ. ഇത് നിത്യമാണ്, മനസ്സിലായ? കാരണം പടച്ചവന്റെ ഭാഗം നിത്യമാണ്. പടച്ചവന്റെ ഭാഗം മാത്രമേ നിത്യമാകത്തുള്ളൂ. അതാരും ഉണ്ടാക്കിയതല്ല, അവിടെ ഉള്ളതാണ്. മനസ്സിലായ? അതുകൊണ്ട് സത്യസന്ധത കൈവരിക്കാൻ, മനസ്സിലായ, ചേർന്ന് നിൽക്കുക. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ മതം. സത്യസന്ധതയാണ് ഇപ്പത്തെ ഞങ്ങളുടെ മതം.